നമസ്കാരം. അവിഹിതം തുടരാനായി ഭാര്യയെ കൊലപ്പെടുത്തി ഭർത്താവ്. ഡൽഹിയിലാണ് സംഭവം. വാർത്തയുടെ വിശദാംശങ്ങൾ നോക്കാം. ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ മഹാകുംഭമേളയിൽ പങ്കെടുക്കാനെത്തി വീട്ടമ്മയെ കാണാതായി. ഈ കേസിലാണ് ഇപ്പോൾ ഭർത്താവാണ് ക്രൂരകൃത്യം ചെയ്തതെന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. ഡൽഹി ത്രിലോക്പുരി സ്വദേശി അശോക് കുമാറിന്റെ ഭാര്യ മീനാക്ഷിയാണ് കൊല്ലപ്പെട്ടത്. മീനാക്ഷിയെ കൊലപ്പെടുത്തിയത് അശോക് ആണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. കുംഭമേളയുടെ തിരക്കിൽപ്പെട്ട് മീനാക്ഷിയെ കാണാതായി എന്നാണ് ഇയാൾ മക്കളോട് പറഞ്ഞത്. പ്രയാഗ്രാജിലെത്തിയ ദമ്പതികൾ വീഡിയോ, ഫോട്ടോ അടക്കം എടുത്തിരുന്നു. ഇത് വീട്ടിലുള്ള മക്കൾക്ക് അയച്ചു കൊടുത്ത അശോക് താനും മീനാക്ഷിയും സന്തോഷത്തിലാണ് എന്നതടക്കമുള്ള ഒരു നാടകമായിരുന്നു അവിടെ വരുത്തി തീർത്തത്. മക്കളുടെ മുന്നിൽ ഞങ്ങൾ സന്തോഷത്തിലാണ് എന്ന നാടകം വരുത്തി തീർത്തു. 18-ാം തീയതി രാത്രി ജുൻസി പ്രദേശത്തെ ആസാദ് നഗർ കോളനിയിലെ ചെറിയ ഹോം സ്റ്റേയിൽ ഇവർ മുറിയെടുക്കുകയും അവിടെ തങ്ങുകയും ചെയ്തു. പിറ്റേന്ന് രാവിലെ ജീവനക്കാർ കുളിമുറിയിൽ രക്തം വാർന്ന നിലയിൽ മീനാക്ഷിയുടെ മൃതദേഹം കണ്ടെത്തി. മൂർച്ചയുള്ള ആയുധം ഉപയോഗിച്ച് കഴുത്ത് മുറിച്ചാണ് കൊലപാതകം നടന്നതെന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. എന്നാൽ അശോക്, അതായത് കൂടെ ഉണ്ടായിരുന്ന അശോക് മുറിയിൽ ഇല്ലായിരുന്നു. ഇയാൾ അപ്പോഴേക്കും രക്ഷപ്പെട്ടിരുന്നു. ഇവരുടെ തിരിച്ചറിയൽ രേഖ ഹോം സ്റ്റേ മാനേജർ വാങ്ങിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ മരിച്ചത് ആരാണ്, ഇവർ എവിടെ നിന്ന് വന്നു എന്നതടക്കമുള്ള വിശദാംശങ്ങൾ അല്ലെങ്കിൽ വ്യക്തിയെ തിരിച്ചറിയാൻ സാധിക്കാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി. മഹാകുംഭമേളയിൽ പങ്കെടുക്കാനെത്തുന്ന തീർത്ഥാടകർക്ക് ഗസ്റ്റ് ഹൌസായി അനുവദിച്ച സ്ഥലത്താണ് ഈ കൊലപാതകം നടന്നിരിക്കുന്നത്. കൊല്ലപ്പെട്ട സ്ത്രീ 18-ാം തീയതി ഭർത്താവിനൊപ്പം ഡൽഹിയിൽ നിന്ന് പ്രയാഗ്രാജിലേക്ക് യാത്ര ചെയ്തു എന്ന് കണ്ടെത്തി. ഇവരുടെ ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിലും പത്രങ്ങളിലും പ്രസിദ്ധീകരിച്ചു. മീനാക്ഷിയെ തിരഞ്ഞ് ബന്ധുക്കളും അലയുന്നുണ്ടായിരുന്നു. പ്രയാഗ്രാജിൽ മീനാക്ഷിയുടെ സഹോദരൻ പ്രവേശ് കുമാർ എത്തി. അശോകിന്റെ മീനാക്ഷിയുടെ മക്കളായ അശ്വിൻ, ആദർശ് എന്നിവർ എത്തിയിരുന്നു. ഇവർ ഈ ചിത്രങ്ങൾ കണ്ട് മനസ്സിലാക്കുകയും അവർ പോലീസിനെ ബന്ധപ്പെടുകയും ചെയ്തു. അങ്ങനെ ഈ കൊല്ലപ്പെട്ടിരിക്കുന്ന തങ്ങളുടെ അമ്മയാണ് അല്ലെങ്കിൽ തങ്ങളുടെ ഉറ്റവൾ ആണ് എന്ന് ബന്ധുക്കൾ മനസ്സിലാക്കുന്നു. ഇവർ മീനാക്ഷിയെ തിരിച്ചറിയുകയും ചെയ്തു. അശോക് കുമാറിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത പോലീസ് ഇയാളെ കണ്ടെത്തി അറസ്റ്റ് ചെയ്തു. ചോദ്യം ചെയ്തപ്പോൾ അശോക് കുമാർ താൻ ഭാര്യയെ കൊലപ്പെടുത്തിയെന്ന് സമ്മതിക്കുകയും ചെയ്തു. 3 മാസമായി ഭാര്യയെ കൊലപ്പെടുത്താൻ ഇയാൾ പദ്ധതി ഇടുകയായിരുന്നു. ശുചീകരണ തൊഴിലാളിയായ അശോകിന് ഒരു വിവാഹേതര ബന്ധമുണ്ടായിരുന്നു. അത് തുടരാൻ ഭാര്യയെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് ഇയാൾ അടുക്കുകയായിരുന്നു. കൊലപാതകം ആസൂത്രണം ചെയ്ത് അവിഹിതം തുടരാൻ ഭാര്യയെ ഇയാൾ കൊലപ്പെടുത്തുകയായിരുന്നു. 17-ന് കുംഭമേളയ്ക്ക് പോകാമെന്ന് പറഞ്ഞ് അശോക് ഡൽഹിയിൽ നിന്ന് മീനാക്ഷിക്കൊപ്പം പുറപ്പെട്ടു. ജുൻസിയിലെത്തി ഹോം സ്റ്റേയിൽ മുറിയെടുക്കുകയും രാത്രിയായപ്പോൾ ഇരുവർക്കുമിടയിൽ തർക്കമുടലെടുക്കുകയും ചെയ്തു. മീനാക്ഷി കുളിമുറിയിലേക്ക് പോയി. അശോക് പിന്നിൽ നിന്ന് ആക്രമിച്ച് കത്തി ഉപയോഗിച്ച് കഴുത്ത് മുറിച്ച് കൊലപ്പെടുത്തി. രക്തം പുരണ്ട വസ്ത്രങ്ങൾ, കത്തി എല്ലാമായി ഇയാൾ അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. തെളിവുകൾ ഇയാൾ നശിപ്പിച്ചു. എല്ലാം നശിപ്പിച്ച ശേഷമാണ് മകൻ അശ്വിനെ വിളിച്ച് കുംഭമേളയുടെ തിരക്കിൽ അമ്മയെ കാണാതായി എന്ന് പറഞ്ഞത്. എന്നാൽ മകന് ഈ അച്ഛൻ പറഞ്ഞ ഈ വാക്കുകൾ വിശ്വസിക്കാൻ സാധിച്ചില്ല. എന്തോ സംശയം പന്തികേട് മകന് തോന്നി. 20-ാം തീയതി അമ്മയുടെ ഫോട്ടോയുമായി സഹോദരനും അമ്മാവനുമൊപ്പം പ്രയാഗ്രാജിൽ ഇയാൾ എത്തി. പിതാവിന്റെ ഈ വിശദീകരണത്തിൽ സംശയം തോന്നിയ മക്കൾ 20-ാം തീയതി അമ്മയുടെ ഫോട്ടോയുമായി സഹോദരനും അമ്മാവനുമൊപ്പം പ്രയാഗ്രാജിൽ എത്തുകയായിരുന്നു. കൊലപാതകത്തിന്റെ തലേന്ന് മീനാക്ഷിക്കൊപ്പം പുണ്യ സ്നാനം ചെയ്യുന്നതിന്റെ വീഡിയോ അടക്കം ഇയാൾ സമൂഹ മാധ്യമത്തിൽ അപ്ലോഡ് ചെയ്തിരുന്നു എന്നതും ശ്രദ്ധേയം. ഇതും CCTV ദൃശ്യങ്ങളും ഫോറൻസിക് റിപ്പോർട്ടുകളും പോലീസ് പരിശോധിച്ചു. പരസ്പര വിരുദ്ധമായ മൊഴികൾ കൂടിയായി ഇതോടെ അശോകിനെ അറസ്റ്റ് ചെയ്തു. എന്തായാലും അതിക്രൂരമായ കൊലപാതകമാണ്. മറ്റുള്ളവരെയൊക്കെ വിശ്വസിപ്പിച്ചുകൊണ്ട് പ്രതി അതിക്രൂരമായ കൊലപാതകം നടത്തി വലിയ നാടകമൊക്കെ കളിച്ചുവെങ്കിലും തീർച്ചയായിട്ടും ഇയാൾ പിടിയിലായി എന്നത് ശ്രദ്ധേയം.